നല്ല രുചിയിൽ ഇതേപോലെ കൂർക്ക മെഴുക്കുവരട്ടി എങ്ങനെ തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഒന്ന് കടുക് പൊട്ടിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 1-2 പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേനും ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/4 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂർക്ക ഞാൻ ഉപ്പും 2 നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മുളക് പൊടി ഉള്ളിയുടെ ആ രുചിയൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് കൂടി വേവിച്ചെടുത്താൽ മതി. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഓയിൽ കൂടി ഒന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ മെഴുക്കുവരട്ടി